അടുത്തത് DSDV, Destination Sequence Distance Vector. So DSDV is an example of proactive algorithms and it is an enhancement to distance vector routing for ad hoc networks. എന്താണ് distance vector routing? It is used in wired networks as routing information protocol, RIP. വയർഡ് നെറ്റ്വർക്കിലാണ് നമ്മൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം അല്ലെങ്കിൽ ഒരു എൻഹാൻസ്ഡ് ഫോമാണ് DSDV എന്ന് പറയുന്നത്. സോ ദ ട്രഡീഷണൽ ഡിസ്റ്റൻസ് വെക്റ്റർ ആർ നോട്ട് സ്യൂട്ടഡ് ഫോർ അഡ് ഹോക്ക് നെറ്റ്വർക്ക്സ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ് നമുക്ക് അഡ് ഹോക്ക് നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി distance vector routing, it performs extremely poor with certain network changes. So because each node exchanges its routing table periodically with its neighbors, so these changes at one node in the network propagate slowly through the network. വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ അപ്ഡേഷൻസ് നെറ്റ്വർക്കിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് ചേഞ്ചസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു അൽഗോരിതം നല്ലൊരു പെർഫോമൻസ് തരില്ല. സോ വി cannot use it directly in ad hoc network. But there are some strategies to avoid this problem, but which is used in fixed networks. We cannot use these strategies in the wired network because in wireless network. We cannot use these strategies in the wireless network and wireless ad hoc networks. എന്തുകൊണ്ടാണ്? In ad hoc networks, the topology is continuously changing or rapidly changing. So this might create loops or unreachable regions within the network. അതായത് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ഒരു ട്രഡീഷണൽ വേ ആണ് ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ വയർഡ് നെറ്റ്വർക്ക്സ്. ബട്ട് ടോപ്പോളജി ചേഞ്ച് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജി കുറേ ചേഞ്ച് ചെയ്യുന്ന കേസിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. സോ ചില സ്ട്രാറ്റജീസ് ഉണ്ട് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാം. പക്ഷേ ഈ സ്ട്രാറ്റജീസ് നമുക്ക് വയർലെസ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം വയർലെസ്സിൽ ടോപ്പോളജി കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്യും. ബട്ട് നമ്മൾ അതിലേക്ക് ഒരു സീക്വൻസ് നമ്പറിൻ്റെ ഐഡിയ കൂടി എൻഹാൻസ് ചെയ്ത് നമ്മളതിനെ വയർലെസ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ പാകത്തിന് മാറ്റിയെടുത്തു. അതാണ് DSDV എന്ന് പറയുന്നത്. ഇതെവിടെ നോക്കിക്കേ, ട്രഡീഷണൽ ഡിസ്റ്റൻസ് വെക്റ്റർ ആർ നോട്ട് സ്യൂട്ടഡ് ഫോർ അഡ് ഹോക്ക് നെറ്റ്വർക്ക്സ്. അതിൻ്റെ കാരണം ലൂപ്സ്, കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലംസ് ആണ്. അത് പറയാം. സോ ദ സൊല്യൂഷൻ ഈസ് ടു ഇൻട്രൊഡ്യൂസ് എ ഡെസ്റ്റിനേഷൻ സീക്വൻസ് നമ്പർ. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ സീക്വൻസ് നമ്പറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്തപ്പോൾ അത് ഡെസ്റ്റിനേഷൻ സീക്വൻസ് ഡിസ്റ്റൻസ് വെക്ടറായി. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിന് കൂടെ ഡെസ്റ്റിനേഷൻ സീക്വൻസ് നമ്പറും കൂടെ ചേർത്തപ്പോൾ അത് ഡെസ്റ്റിനേഷൻ സീക്വൻസ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ആയി. ഇതാണ് ട്രഡീഷണൽ ഡിസ്റ്റൻസ് വെക്റ്റർ അൽഗോരിതത്തിലെ ഒരു നോഡിനകത്തുള്ള ടേബിൾ, വെക്റ്റർ ടേബിൾ എന്ന് പറയുന്നത്, റൂട്ടിംഗ് ടേബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കാണാം. ABC എന്ന് പറയുന്നത് ഓരോ നോട്ട്സാണ്. ആ ഓരോ നോട്ട്സിനും കണ്ടോ ഓരോ റൂട്ടിംഗ് ടേബിൾസ് ഉണ്ട് അല്ലേ? ഇതൊരു പ്രൊയാക്റ്റീവ് അൽഗോരിതമാണ്. ഇതിന് റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവണം. ഓരോ റൂട്ടിംഗ് ടേബിൾസ് ആണ്. ഇനി ടേബിളിൻ്റെ ഓരോ റോയും നോക്കിക്കേ, ABC എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ അതിൻ്റെ ഹെഡിങ് നോക്കിയേ, ഡെസ്റ്റിനേഷൻ, രണ്ടാമത്തെ കോളം നെക്സ്റ്റ് ഹോപ്പ്, നെക്സ്റ്റ് എന്ന് മാത്രമല്ല നെക്സ്റ്റ് ഹോപ്പ് ഉണ്ട്, നെക്സ്റ്റ് ഹോപ്പ്, ദെൻ മെട്രിക്. ദെൻ അതായത് ആദ്യത്തെ എ എന്ന് പറയുന്ന നോഡിൻ്റെ റൂട്ടിംഗ് ടേബിൾ നോക്കാം. അതിനകത്ത് കാണാം എ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് എയിൽ നിന്ന് എയിലേക്ക് പോകാൻ, എയിൽ നിന്ന് എയിലേക്ക് പോകാൻ, ദാറ്റ് മീൻസ് എ ഡെസ്റ്റിനേഷനായിട്ട് എടുത്തിരിക്കുക. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ഹോപ്പ്, അതായത് എയിലേക്ക് പോകാൻ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്. മനസ്സിലായോ? അതായത് എയിൽ നിന്ന് എയിലേക്ക് പോകാൻ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എ തന്നെയാണ് അല്ലേ? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആൻഡ് മെട്രിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോപ്സ്. അവിടെ എത്താൻ വേണ്ടി നമ്മൾ എത്ര ഹോപ്പ് ചെയ്യണം, അതാണ് മെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ്, സിംപ്ലി കോസ്റ്റ്. ഇനി അടുത്ത് നോക്കാം, ബി, ഡെസ്റ്റിനേഷൻ ബി. ബി എന്ന് വെച്ചാൽ ബിയുടെ ടേബിൾ അല്ല കേട്ടോ, എയുടെ ടേബിളിനകത്ത് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ റോ നോക്കുക. ബിയിലേക്ക് പോകാൻ എടുക്കേണ്ട നെക്സ്റ്റ് ഹോപ്പ്, അതായത് എയുടെ ടേബിൾ അല്ലേ, ഇപ്പം എയിൽ നിന്നാണ് എ സോഴ്സ് ആയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പം ഡെസ്റ്റിനേഷനാണ് രണ്ടാമത്തെ ബി കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് കോളം ബി.
എയിൽ നിന്ന് ബിയിലേക്ക്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള നെക്സ്റ്റ് ഹോപ്പ് ഏതാണ്? ബി ഇറ്റ്സെൽഫ് അല്ലേ, ബി. ദെൻ മെട്രിക്. മെട്രിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അല്ലേ. എയിൽ നിന്ന് ബിയിലേക്കുള്ള കോസ്റ്റ് എന്താണ്? ആ പടത്തിനത് ആ ലൈനിൽ അത് വരച്ചിട്ടുണ്ട്. എ ടു ബി 1 ആണ് കോസ്റ്റ്, അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത റോ നോക്കുക, സി. ദാറ്റ് മീൻസ് എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ എ സോഴ്സ് അല്ലേ. എ ആണ് ആക്ച്വലി ഈ റൂട്ടിംഗ് ടേബിളിനെ ഹോൾഡ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ഒന്നാമത്തെ റൂട്ടിംഗ് ടേബിളിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം എ ആണ് സോഴ്സ് ആയിട്ട് എടുക്കുന്നത്, അത് പ്രത്യേകം ഇതിനകത്ത് എഴുതിയിട്ടില്ല. ദെൻ എയിൽ നിന്ന് സിയിലേക്ക് പോകാനായിട്ട് സിയെ ഡെസ്റ്റിനേഷനായിട്ട് എടുത്തിരിക്കുക. ദെൻ അടുത്ത റോ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹോപ്പ് കാണാം. സിയിലേക്ക് പോകാനായിട്ട് ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് ഏതാണ്? ആദ്യം ബിയിലേക്ക് പോയാൽ മതി അല്ലേ. ബി എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് പോയാലേ ഉള്ളൂ അതിന് സിയിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ പല റൂട്ട്സ് കാണും. എയിൽ നിന്ന് ചിലപ്പോൾ ഇതിപ്പോൾ 3 നോഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ എക്ക് ചുറ്റും കുറേ നോഡ്സ് ഉണ്ടാകും. അപ്പം ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ സിയിലേക്ക് പോകാൻ ആദ്യം ഏത് നോഡിലേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് ഹോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിയിലേക്ക് പോകാൻ അടുത്ത നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് ബി. ദെൻ ദ കോസ്റ്റ് അല്ലെങ്കിൽ മെട്രിക് എത്രയാണ്? 1 + 2 3. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആയിരിക്കും ഒരു റൂട്ടിംഗ് ടേബിളിനകത്ത് ഉണ്ടാവുക. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ടേബിളിനകത്ത് ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെ? ഡെസ്റ്റിനേഷൻ, ദെൻ ഓരോ ഡെസ്റ്റിനേഷൻ, പോസിബിൾ ആയിട്ടുള്ള ഓരോ ഡെസ്റ്റിനേഷൻ, പിന്നെ ആ ഡെസ്റ്റിനേഷനിൽ പോകാൻ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, എങ്ങോട്ടാണ് ആദ്യം മൂവ് ചെയ്യേണ്ടത്, അതായത് നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയും. നെക്സ്റ്റ് ഹോപ്പ്, ദെൻ മെട്രിക്, അങ്ങോട്ട് പോകാൻ എടുക്കുന്ന നമ്പർ ഓഫ് ഹോപ്സ് അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് എന്നും പറയും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആയിരിക്കും ഒരു റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഓരോ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും ഓരോ നോഡിനും, അതായത് ഓരോ നോഡിനും ഇതുപോലെ ഓരോ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാകും. ദെൻ ഇനി ഈ റൂട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഈ ടേബിളിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്നും ആ ഒരു ഫിക്സഡ് ഇൻഫർമേഷൻ, അതിങ്ങനെ ഫിക്സഡ് ആയിട്ട് നിൽക്കൊന്നുമില്ല അല്ലേ. ടോപ്പോളജി ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അല്ലെങ്കിൽ മാറുന്ന അനുസരിച്ച് നമ്മൾ അപ്ഡേഷൻസ് അയച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. റൂട്ടിംഗ് ടേബിൾസിലും മാറ്റങ്ങൾ വരും. അപ്പോൾ അതനുസരിച്ച് അപ്ഡേഷൻസ് അയച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. സ്വന്തം റൂട്ടിംഗ് ഇൻഫർമേഷനെ നെയ്ബറിംഗ് നോഡ്സ് തമ്മിൽ എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഷെയറിങ് എവിടെ കാണുന്നത്? ഡിസ്റ്റൻസ് വെക്റ്റർ അപ്ഡേറ്റ്സ്. ഇവിടെ ചെയ്യുന്നത് ബി എന്ന് പറയുന്ന നമ്മുടെ നോഡ്, നടുക്കുള്ള നോഡ്, അതിൻ്റെ റൂട്ടിംഗ് ടേബിൾ ഇൻഫർമേഷനെ ബാക്കിയുള്ള 2 നോഡ്സ് എയ്ക്കും സിക്കും ഷെയർ ചെയ്യണം. നോക്കിയാൽ കാണാം, ആ ബി അയക്കുന്ന ഡാറ്റ നോക്കിക്കേ, അപ്ഡേഷൻ നോക്കിക്കേ. നമ്മൾ ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് 2 കാര്യങ്ങളേ ഉള്ളൂ, A1 B0 C1. അതായത് നോക്കിയേ, ബിയുടെ റൂട്ടിംഗ് ടേബിളിനകത്ത് ഫസ്റ്റ് കോളവും തേർഡ് കോളവും മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഹോപ്പ് വേണ്ട. ബാക്കി ഉള്ള ഫസ്റ്റ് കോളവും തേർഡ് കോളവും ആണ് അപ്ഡേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. A1 അല്ലേ, ഡെസ്റ്റിനേഷൻ എയിലേക്ക് പോകാനുള്ള കോസ്റ്റ് 1. ദെൻ ബി എന്ന് പറയുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ, അതിലേക്ക് പോകാനുള്ള കോസ്റ്റ് 0. കാര്യം ബിയിലേക്ക് പോകാൻ കോസ്റ്റ് ഒന്നും വേണ്ടല്ലോ. ഇനി അടുത്തത് സി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ 1. അപ്പോൾ ഈ ഇൻഫർമേഷനെ എക്ക് കൊടുക്കും, ഈ സെയിം ഇൻഫർമേഷനെ തന്നെ സിക്കും കൊടുക്കും. ഇതിങ്ങനെ സെയിം ഇൻഫർമേഷൻ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. സോ എക്കായി അപ്ഡേഷൻ കിട്ടിക്കഴിയുമ്പോൾ എ നോക്കുമ്പോൾ ബി പറഞ്ഞിരിക്കുകയാണ് എയിലേക്ക് പോകാൻ 1 ആണ് ഹോപ്പ് എന്ന് പറഞ്ഞു. എ നോക്കുമ്പോൾ ശരിയാണ്, കറക്റ്റാണ്. അതിന് ബിയിലേക്ക് പോകാനും 1 തന്നെയാണ്, അപ്പോൾ കറക്റ്റാണ്. പക്ഷെ സിയിലേക്ക് പോകാൻ നോക്കിയേ, സിയിലേക്ക് പോകാനായിട്ട് ഇത് 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി പറഞ്ഞിരിക്കുന്നത് സിയിലേക്ക് പോകാനുള്ള അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണെന്നാണ്. എയ്ക്കറിയാം ബിയിലേക്ക് പോകാൻ എയുടെ കോസ്റ്റ് എന്താണ്? 1 ആണ്. ദെൻ ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ള കോസ്റ്റ് 1 ആണെന്ന് ഇപ്പോൾ ബി പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ഈ 1 + 1 2 ആയിരിക്കും. പക്ഷേ നമ്മുടെ എയുടെ റൂട്ടിംഗ് ടേബിളിനകത്ത് ലാസ്റ്റ് റോ കണ്ടോ, CB3 എന്ന് എഴുതിയിരിക്കുന്നത്? 3 ആണോ ആക്ച്വലി കോസ്റ്റ്? അല്ല, 1 + 1 2 ആണ്. അതുകൊണ്ട് 3 മാറ്റി 2 ആക്കും. നമ്മുടെ നോഡ് എ 3 മാറ്റി 2 ആക്കും. ഇതാണ് അപ്ഡേഷൻ എന്ന്. റൂട്ടിംഗ് ടേബിൾ ഈസ് അപ്ഡേറ്റഡ്. ഒന്നുകൂടെ പറയാം,
ബി അയക്കുന്ന ഇൻഫർമേഷനകത്തൊരു കാര്യമുണ്ട്, C1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്, ഹോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എ നോക്കും, ശരിയാ, ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ 1, ബട്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ 1 ആണ് ഹോപ്പ്. അപ്പോൾ ശരിക്കും എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ ഈ 1 + 1 2 ആവാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ തേർഡ് റോയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് എന്താ, CB3 എന്നാണ്. എയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ളത് 3 ആണെന്നാണ്, കോസ്റ്റ് 3 ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാവും. ദെൻ അതിനെ 2 കൊണ്ട് കറക്റ്റ് ചെയ്യും, 2 കൊണ്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് റൂട്ടിംഗ് ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ നോഡും തൻ്റെ റൂട്ടിംഗ് ടേബിളിനെ നെയ്ബറിംഗ് മെമ്പേഴ്സിന് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഓരോ നോഡും അപ്ഡേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇനി അതുപോലെ തന്നെ ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്യാണ്, ഒരു പുതിയ നോഡ് വരികയാണ് ഇവരുടെ കൂട്ടത്തിലേക്ക്. ഡി എന്ന് പറയുന്ന ഒരു നോഡ് വന്നു. ഡി വരുമ്പോൾ ഡി എന്ത് ചെയ്യും, D0 എന്ന് പറയുന്ന ഒരു കാര്യം സിയിലേക്ക് കൊടുക്കും. സിക്ക് കൊടുക്കുമ്പോൾ സി നോക്കിക്കേ, സിയുടെ ടേബിളിനകത്ത് ഡി എന്ന് പറഞ്ഞൊരു എൻട്രി ഇല്ലായിരുന്നു. പക്ഷേ സി ഇപ്പോൾ പുതിയൊരു എൻട്രി ഉണ്ടാക്കും. ഡി നെക്സ്റ്റ് ഹോപ്പ് ഡി ആൻഡ് ദ ഹോപ്പ് ഈസ് 1. നമ്പർ ഓഫ് ഹോപ്സ് അല്ലെങ്കിൽ മെട്രിക് ഈസ് 1. ദെൻ സി എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷനെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യുമ്പോൾ A2 B1 C0 D1 സിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ പോവാണ്. ആ ഇൻഫർമേഷൻ ബിക്ക് കിട്ടും. ബി നോക്കുമ്പോൾ എന്ത് കിട്ടും, ഈ D1 എന്നുള്ള ഇൻഫർമേഷൻ D1 എന്ന് കിട്ടും. ദെൻ ബി അതിൻ്റെ ടേബിളിൽ ഒരു റോയും കൂടെ ആഡ് ചെയ്യും, ഡി എന്ന് പറയുന്ന റോ ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഹോപ്പ് സി ആയിട്ട് സെറ്റ് ചെയ്യും അല്ലേ. ഡിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് ഏതാ, സി കൂടെ പോകാൻ പറ്റുള്ളൂ. ദെൻ മെട്രിക് ഈസ് 1. സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ള ഹോപ്പ് 1ഉം ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ള ഹോപ്പ് 1ഉം ആണെങ്കിൽ ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ 1 + 1 = 2 ആയിരിക്കും. അതെ. എന്നിട്ട് ബി എന്ത് ചെയ്യും, ബി അതിൻ്റെ ഇൻഫർമേഷൻ അപ്പുറത്തേക്ക്. കാരണം നെയ്ബറിംഗ് മെമ്പേഴ്സാണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഒരാൾ അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അതങ്ങനെ സ്പ്രെഡായി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് വെക്ടറിൻ്റെ കേസിൽ. ഇതൊക്കെ ഡിസ്റ്റൻസ് വെക്ടറിൻ്റെയാണ് പറയുന്നത് കേട്ടോ. ദെൻ ഒരു ബ്രോക്കൺ ലിങ്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, സിയും ഡിയും തമ്മിലുള്ള ലിങ്ക് ബ്രേക്കായി എന്ന് വിചാരിക്കുക. നമ്മുടെ സി എന്ത് ചെയ്യുന്നറിയോ, ആ ഡിയുടെ കോളത്തിൽ, ഡി ഡെസ്റ്റിനേഷനായിട്ട് വെച്ചിരിക്കുന്ന ആ കോളത്തിൽ, ബാക്കിയുള്ള ഉണ്ട് അത് ഇവിടെ എഴുതിയിട്ടില്ല, ഡിയുടെ ആ കോളത്തിൽ നെക്സ്റ്റ് ഹോപ്പ് മാറ്റത്തില്ല, മെട്രിക്ക് പക്ഷേ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്ക് എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് മീനിങ്. ദെൻ ആ ഇൻഫർമേഷൻ ഇപ്പുറത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ മനസ്സിലാവും ആ ലിങ്ക് ബ്രേക്കാണ്. അപ്പോൾ ലിങ്ക് ബ്രേക്ക് ആകുമ്പോൾ മെട്രിക്കിനെ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ആ ഇൻഫർമേഷനെ ബാക്കിയുള്ള നോട്ട്സിന് സെൻഡ് ചെയ്യും. ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ, ഈ സെൻഡ് ചെയ്യുന്ന ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിന് നമ്പറൊന്നുമില്ല. ഏതാദ്യം വിട്ടു ഏത് അവസാനം വിട്ടു എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ഇപ്പോഴത്തെ ബിക്ക് എന്താ ഉണ്ടായിരുന്നത്, ബിയുടെ ഇൻഫർമേഷൻ DC2 എന്നുള്ളതാണ്. അത് അത് ആ ഒരു ബിയുടെ അഡ്വർടൈസ്മെൻറ്റ്, ബിയുടെ അപ്ഡേഷൻ എയ്ക്കും സിക്കും എത്തുകയാണ് D2 എന്ന് പറയുന്നത്. ദെൻ സി എന്ത് ചെയ്യും, ലിങ്ക് ബ്രേക്ക് ആയെന്നുള്ളത് ഓർക്കാതെ സി എന്ത് ചെയ്യും, അതിൻ്റെ ഈ D2 പുതിയ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ, ബിയിൽ നിന്നുള്ള പുതിയ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ റൂട്ടിംഗ് ടേബിളിനെ പിന്നെയും അപ്ഡേറ്റ് ചെയ്യും. ആ ഇൻഫിനിറ്റി മാറ്റി അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പോൾ ഇതിനാണ് നമ്മൾ ലൂപ്സ് എന്ന് പറയുന്നത്. അടുത്തത് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ടുള്ള അപ്ഡേഷൻസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. കണ്ടോ, ആദ്യം ബി അങ്ങോട്ട് D2 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, തിരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് D3 D4 അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ്ലി അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കൺസിസ്റ്റൻസിയെ ബാധിക്കും. അപ്പോൾ ഇതാണ് ലൂപ്പും കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം.